ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് OSHC ഓവർസീസ് സ്റ്റുഡൻറ്റ് ഹെൽത്ത് കവർ. ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. OSHC ഇല്ലാതെ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ കിട്ടുക അസാധ്യമാണ്. അപ്പോൾ OSHC പോലെ ഓരോ രാജ്യത്തും ഏത് രാജ്യത്ത് പഠിക്കാൻ പോകണമെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. ഓസ്ട്രേലിയയിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസിന് പറയുന്ന പേരാണ് OSHC. അത്രയേ ഉള്ളൂ. ഈ OSHC തരുന്ന ഒരുപാട് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊവൈഡേഴ്സും ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ OSHC പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. 1 ബ്യൂപ്പ, 2 മെഡിബാങ്ക്, 3 AHM, 4 NIB, 5 അലയൻസ്. ഈ 5 പേരാണ് മേജറായിട്ട് OSHC പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ കുഞ്ഞു കുഞ്ഞു ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ 5 പേരാണ് കോമൺലി എല്ലാ യൂണിവേഴ്സിറ്റികളിലുമൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്ന നല്ല OSHC പ്രൊവൈഡർ. അപ്പോൾ ഈ 5 ഓപ്ഷൻസിൽ ഏറ്റവും നല്ലത് ബ്യൂപ്പയാണ്. ബ്യൂപ്പ ഒരു പ്രീമിയം ഓപ്ഷനാണ്. ഇപ്പം കോസ്റ്റും കൂടുതലായിരിക്കും. അതിൻ്റെ സർവീസുകളൊക്കെ കുറച്ചുകൂടെ മെച്ചമാണ്. സർവീസ് മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് അത് ക്ലെയിം ചെയ്യുന്നതാണല്ലോ അല്ലേ ഇൻഷുറൻസ്. അപ്പോൾ ആ ക്ലെയിമിൻ്റെ പ്രോസസ്സ് സിമ്പിളാണ് ബ്യൂപ്പ. അവർ വലുതായിട്ട് മസിൽ പിടുത്തമില്ല, കള്ളത്തരം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്ലെക്സിബിളാണ്. പക്ഷേ അവരുടെ ഇൻഷുറൻസ് കോസ്റ്റ് അപ്പം ഹൈ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ബ്യൂപ്പ എല്ലാവർക്കും ബ്യൂപ്പയാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നിങ്ങൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എൻഡോഴ്സ് ചെയ്യുന്ന OSHC പ്രൊവൈഡർ ആരാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ RMIT മെഡിബാങ്ക് ആണ് അവരുടെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ക്യാമ്പസിനകത്ത് മെഡിബാങ്കിൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും RMITക്ക് മെഡിബാങ്കിൽ RMIT സ്റ്റുഡൻസിന് മെഡിബാങ്ക് അപ്രോച്ച് ചെയ്യാനായിട്ടല്ലേ. അതുപോലെ കാൻബറയിലാണെങ്കിൽ അലയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോരുത്തരാണ്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് OSHC എടുക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ യൂണിവേഴ്സിറ്റി തന്നെ അവരുടെ ഓഫർ ലെറ്റർ തരുന്നതിനകത്ത് ആ OSHC പ്രൊവൈഡറിൻ്റെ കോട്ടും കൂടി ആഡ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്കൊരു ട്രിക്ക് മനസ്സിലാക്കാവുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം $100 to $150 എങ്കിലും നമുക്ക് അതിൽ നിന്ന് എന്താ പറഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് യൂണിവേഴ്സിറ്റി തരുന്ന പ്രൈസ് അല്ലെങ്കിൽ ആ കോട്ട് എപ്പോഴും ഹൈ ആയിരിക്കും. ആ കോട്ടിനേക്കാളും നമുക്ക് ലാഭകരമായ കോട്ട് റിസീവ് ചെയ്യാൻ പറ്റും തേർഡ് പാർട്ടി ഫണ്ട്സ്, തേർഡ് പാർട്ടി OSHC പ്രൊവൈഡിങ് സർവീസസ്. ഫോർ എക്സാമ്പിൾ കമ്പയർ മോസ് നമ്മുടെ ഒരു സിസ്റ്റർ കമ്പനിയാണ്. ആ കമ്പനി വഴിയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു $100 to $120 ഒക്കെ ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റി തരുന്ന കോട്ടിനേക്കാളും കുറഞ്ഞ കോട്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ OSHC തരുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. OSHCയിലൂടെ കവറാവുന്ന കോസ്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവറാവുന്നത്. 1 ഡോക്ടർമാരെ വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു പനി വന്നു, ആശുപത്രിയിൽ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അത് കാണിക്കണം, കൈ ഒടിഞ്ഞു, എന്തായാലും ആ ഡോക്ടർ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കവർ ചെയ്യും. അതാണ് ഈ ഓരോ OSHC പ്രൊവൈഡേഴ്സിൽ ചിലവർ അതിൻ്റെ 90% കവർ ചെയ്യുള്ളൂ, ചിലവർ 70% കവർ ചെയ്യുള്ളൂ. അപ്പോൾ അത് കേസ് ബൈ കേസ് ഡിഫറൻ്റ് ആണ്. അവിടെയൊക്കെയാണ് മെഡിബാങ്ക് ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുമാതിരി കുറച്ചുകൂടെ കവർ കൂടുതൽ കിട്ടുന്നുണ്ട് മെഡിബാങ്കിൽ. ഓക്കെ, ഇനി നേഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെയാണ് വാക്സിൻ എടുക്കണമെന്നറിയാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ സീറോളജി ടെസ്റ്റ് നടത്തി നിങ്ങളുടെ ആൻറ്റിബോഡീസ് കുറവുള്ളത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ വാക്സിന് എടുക്കുന്ന പരിപാടിയുണ്ട്. അത് മാൻഡേറ്ററിയാണ്. ഈ ഹെൽത്ത് സെക്ടറിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന എല്ലാവർക്കും ഇതെല്ലാം മാൻഡേറ്ററിയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ കോസ്റ്റ് നമ്മുടെ ഇൻഷുറൻസിൽ കവേർഡാണ്. അപ്പോൾ അത് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ആംബുലൻസിന് സർവീസ് എടുക്കേണ്ടി വരുവാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കവേർഡാണ്. പിന്നെ ചില മരുന്നുകളൊക്കെ അപ്പോൾ അതിൻ്റെ ഇത്ര % വരെ കവറാവും. ഇപ്പോൾ ഡെൻ്റൽ ഐ അതൊന്നും OSHCയിൽ കവേർഡല്ല. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കും മനസ്സിലാവും. പക്ഷേ ഈ പറഞ്ഞ പ്രൊവൈഡേഴ്സ് 5 എണ്ണം ഉണ്ടല്ലോ, ഇവരുടെ എല്ലാം ഏകദേശം സർവീസ് സിമിലറാണ്, ഒരുപാട് വ്യത്യാസങ്ങളില്ല. പിന്നെ ഇതിനകത്ത് ഏതാണ് ബെറ്റർ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, നമ്മളൊരു കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് ടൈം, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനോഭാവം, എത്ര റീഫണ്ട് തരും, ചിലപ്പോൾ മസിൽ പിടുത്തം കുറവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവുള്ളതായിരിക്കും ടോപ്പ് നിൽക്കുന്നത്. ബട്ട് അതുകൊണ്ട് നിങ്ങൾ അത് എടുക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഏതാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് കൂടെ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഒന്ന് നോക്കാം. AHM ആണെങ്കിൽ 598 AUD ആണ് ഒരു വർഷത്തേക്ക് വരുന്ന ഫീസ്. ഇത് ഞങ്ങൾ 23 ഓഗസ്റ്റ് തൊട്ട് 22 ഓഗസ്റ്റ് 24 തൊട്ട് 25 വരെ ഒരു 1 ഇയർ ഫിൽട്ടർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. AHMന് 598 AUD ആണ്. അലയൻസിന് 652 AUD കൂടിയിട്ടുണ്ട്, ഒരു $50 കൂടുതലാണ് അപ്പോൾ അലയൻസിന്. ബ്യൂപ്പ 692 AUD, $100 കൂടുതലാണ് AHMനേക്കാളും. മെഡിബാങ്ക് 651 AUD. അപ്പോൾ അലയൻസും മെഡിബാങ്കും സെയിം പ്രൈസിംഗ് ആണ്. ബ്യൂപ്പയാണ് ഏറ്റവും കൂടി നിൽക്കുന്നത്, AHM ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്നത്. NIB 640. അത് ആ മിഡിൽ നിൽക്കുന്ന അലയൻസും മെഡിബാങ്കിനേക്കാളും ഒരു പൊടിക്കൂടെ താഴെയാണ്. അപ്പോൾ ഒരു
നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ലെയർ നിൽക്കുന്നത് AHM ആണ്. അവരുടെ സർവീസ് ഏറ്റവും മോശമായിരിക്കാം എന്ന് നമുക്ക് വേണേൽ നോക്കാം എന്ന് വിചാരിക്കാം. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. വെച്ചാൽ അവർ ഏറ്റവും ചെറുതാണ്. ബ്യൂപ്പ ഏറ്റവും മികച്ച സർവീസ് തരുന്നു. അവർക്ക് ഏറ്റവും പൈസ കൂടുതലാണ്. 692 AUD ആണ്. പിന്നെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് അലയൻസും മെഡിബാങ്കും NIBയും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, നമുക്ക് OSHCയുടെ കാർഡ് കിട്ടാൻ ഡിലേ വരാറുണ്ട്. യൂണിവേഴ്സിറ്റി വഴി എടുക്കുമ്പോൾ സാധാരണ 1 മാസമോ 2 മാസമോ നിങ്ങളുടെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ഈ മെമ്പർഷിപ്പ് കാർഡ് കിട്ടുന്നത്. അപ്പം ആ കാർഡ് ഇല്ലാതെ നിങ്ങളൊരു ക്ലിനിക്കിൽ പോകുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടാറുണ്ട്. മെമ്പർഷിപ്പ് അപ്പോൾ പോളിസി നമ്പർ നിങ്ങൾക്ക് മെയിലിൽ വരുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് ചോദിച്ച് യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് യൂണിവേഴ്സിറ്റി വഴി എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ കമ്പയർമോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം തന്നെ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ അവർ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാർഡ് കിട്ടും. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കാർഡ് കിട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. വേറെ യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോൾ 2 മാസം കാർഡ് ഡിലേ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ കാർഡ് ഡിലേ വന്നാലും പോളിസി നമ്പർ എടുക്കുകയും ആ പോളിസി നമ്പർ വെച്ച് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. പക്ഷേ കുറച്ച് സമയം കൂടുതലെടുക്കും. ചിലപ്പോൾ പൈസ റിട്ടേൺ കിട്ടാനും സമയം കൂടുതലെടുക്കും. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരിടത്ത് കയറി ചെല്ലുമ്പോൾ നമുക്കും ടെൻഷനായിരിക്കും ഇതെല്ലാം പറഞ്ഞ് പിടിപ്പിക്കാനല്ലേ. അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും നമ്മൾ കമ്പയർമോസിൻ്റെ സപ്പോർട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് പ്രൈസിൻ്റെ കാര്യത്തിലുമുണ്ട്, കാർഡ് കിട്ടുന്നത് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട്. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹുല വേൾഡ് യൂട്യൂബ് ചാനൽ.